എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുമനസ്സാണ് എൻ്റെ സർവ്വസ്വവുമെന്ന് അങ്ങ് കാണുന്നുവല്ലോ. അങ്ങ് എന്നോട് എന്ത് ചെയ്താലും അതിന് മാറ്റം വരികയില്ല. പ്രവർത്തനനിരതയാകുവാൻ അങ്ങ് എന്നോട് കൽപ്പിക്കുന്നു. ഞാൻ അതിന് അപ്രാപ്തയാണെന്നറിഞ്ഞിട്ടും ശാന്തമായി ഞാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങയുടെ പ്രതിനിധികളിലൂടെ കാത്തിരിക്കുവാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടു. അതിനാൽ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. തീഷ്ണതയാൽ അങ്ങ് എൻ്റെ ഹൃദയം നിറച്ചു. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാൻ അങ്ങ് എന്നെ അനുവദിക്കുന്നില്ല. സ്വർഗത്തിൽ അങ്ങയോടൊത്തായിരിക്കുവാൻ അങ്ങ് എന്നെ ആകർഷിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ തന്നെ തുടർന്ന് ജീവിക്കുവാൻ അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നു. അങ്ങ് ആത്മാവിൽ അങ്ങയോടുള്ള വലിയ അഭിലാഷം ജ്വലിപ്പിക്കുന്നു. എന്നാൽ അങ്ങ് എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. നിത്യതയിൽ അങ്ങയോട് ഐക്യപ്പെടുവാനുള്ള ദാഹത്താൽ ഞാൻ മരിക്കുകയാണ്. എന്നാൽ അങ്ങ് മരണത്തെ എൻ്റെ അടുക്കലേക്ക് അയക്കുന്നില്ല. ഓ ദൈവ തിരുമനസ്സേ, അങ്ങാണ് എൻ്റെ ആത്മാവിൻ്റെ ആനന്ദവും ഭക്ഷണവും. ദൈവത്തിൻ്റെ തിരുഹിതത്തിന് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ വലിയൊരു സമാധാനം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു കവിയുന്നു. ഓ എൻ്റെ ഈശോയെ, ഒരു ജോലി വിജയകരമായി പൂർത്തിയാക്കുന്നതിലല്ല, മറിച്ച് അത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സന്മനസ്സിനും അതിനു വേണ്ടി ഏറ്റെടുത്ത അധ്വാനത്തിനുമാണ് അങ്ങ് പ്രതിസമ്മാനം നൽകുന്നത്. അതിനാൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പരിശ്രമങ്ങളും തകിടം മറിഞ്ഞാലും അവ വൃർത്ഥമായി പോയാലും എൻ്റെ സമാധാനത്തിന് ഭംഗം സംഭവിക്കുകയില്ല. കാരണം എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റേതല്ല. അതിനാൽ അതിഭീകര കൊടുങ്കാറ്റിന് പോലും എൻ്റെ ഹൃദയ സമാധാനത്തെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുമനസ്സാണ് എൻ്റെ മനസാക്ഷിയെ നയിക്കുന്നത്. ഫെബ്രുവരി 15, 1937. ഇന്നെൻ്റെ സഹനം വളരെയധികം വർദ്ധിച്ചു. എൻ്റെ ശ്വാസകോശം മുഴുവനിലും വേദന അനുഭവപ്പെട്ടിരുന്നത് കൂടാതെ എൻ്റെ വയറ്റിലും ഒരു അസാധാരണ വേദന അനുഭവപ്പെട്ടു. എൻ്റെ ദുർബല ശരീരത്തിന് വഹിക്കാവുന്നതിൻ്റെ പാരമ്യത്തിൽ ഞാൻ സഹിച്ചിരുന്നു. സഹനങ്ങളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും നിർഭാഗ്യരായ പാപികളുടെ മേൽ ദൈവകരുണ വർഷിക്കുന്നതിനായിട്ടും വൈദികർക്ക് ശക്തി ലഭിക്കുന്നതിനായിട്ടും സമർപ്പിച്ചു. വൈദികരോട് എനിക്ക് വളരെയധികം ആദരവുണ്ട്. നിത്യപുരോഹിതനായ ഈശോയോട് അവരുടെ മേൽ എല്ലാവിധ കൃപാവരങ്ങളും വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്നോട് ഗാഢമായി ഐക്യപ്പെടുന്നതാണ് എൻ്റെ ആനന്ദം. എൻ്റെ ഹിതത്തിന് നിന്നെ തന്നെ നീ സമർപ്പിക്കുമ്പോൾ നീ എനിക്ക് വലിയ മഹത്വം നൽകുകയും പ്രസാദവരങ്ങളുടെ ഒരു സാഗരം തന്നെ നിന്നിലേക്ക് ചൊരിയപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിച്ചില്ലെങ്കിൽ നിന്നിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രത്യേകമായ ആനന്ദം എനിക്ക് ലഭിക്കുകയില്ല. ഓ എൻ്റെ മാധുര്യവാനായ വിരുന്നുകാരാ, അങ്ങേക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും ഞാൻ ഒരുക്കമാണ്. എന്നാൽ ഞാൻ ബലഹീനതകൾ മാത്രമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓ എൻ്റെ ഈശോയെ, ഓരോ നിമിഷവും എന്നോടൊത്തുണ്ടായിരിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഫെബ്രുവരി 15, 1937. ഇന്ന് ഈ വാക്കുകൾ ആത്മാവിൽ ഞാൻ ശ്രവിച്ചു. എൻ്റെ പിതാവിന് സംപ്രീതമായ ബലിവസ്തുവേ, എൻ്റെ മകളെ, നീ ഇതറിയുക. നീ ദൈവഹിതത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ത്രിത്വം മുഴുവൻ നിന്നിൽ വളരെ പ്രത്യേകമായി ആനന്ദം കൊള്ളുന്നു. ഒരു ത്യാഗപ്രവൃത്തിയെയും ഇതിനോട് തുലനം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ വാക്കുകളോടെ ദൈവ തിരുമനസ്സിനെ കുറിച്ചുള്ള ദൈവീക ജ്ഞാനത്താൽ ഞാൻ നിറഞ്ഞു. അതായത്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നത് ദൈവീകമായ ഒരു വീക്ഷണത്തിലൂടെയാണ്. ഇഷ്ടമുള്ളതും അനിഷ്ടം വരുത്തുന്നതുമെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നു. ഇവയെല്ലാം സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകമായ സ്നേഹവാത്സല്യങ്ങളുടെ അടയാളങ്ങളായി കാണുന്നു. സ്നേഹമാകുന്ന ബലിപീഠത്തിൽ നടത്തുന്ന എൻ്റെ മനസ്സിൻ്റെ ഹോമബലി ഏറ്റവും നിർമ്മലമായ അർപ്പണമാണ്. ആ ബലിയർപ്പണം സമ്പൂർണ്ണമാണ്. കാരണം ഈശോയുടെ കുരിശിലെ അർപ്പണത്തോട് ഞാൻ എന്നെ തന്നെ ഐക്യപ്പെടുത്തുകയാണ്. അതികഠിനമായ സഹനങ്ങളാൽ എൻ്റെ മനുഷ്യപ്രകൃതി വിറകൊള്ളുമ്പോഴും ആത്മീയവും ശാരീരികവുമായി ഞാൻ ബലഹീനയാകുമ്പോഴും ഒരു പ്രാവിനെ പോലെ നിശബ്ദയായി പരാതി ലേശമെന്നെ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ ഞാൻ അഭയം കണ്ടെത്തും.
എൻ്റെ എല്ലാ ആഗ്രഹങ്ങളുടെയും അവ എത്ര നിർമ്മലവും ഉന്നതവും സുന്ദരവുമായിരുന്നാലും സ്ഥാനം ഇനി ഏറ്റവും അവസാനമായിരിക്കും. അങ്ങയുടെ തിരുമനസ്സിനായിരിക്കും ഇനി പ്രഥമ സ്ഥാനം. ഓ ദൈവമേ, അങ്ങയുടെ ഏറ്റവും നിസ്സാരങ്ങളായ ആഗ്രഹങ്ങൾ പോലും സ്വർഗത്തെയും അവിടുത്തെ എല്ലാ സൗഭാഗ്യങ്ങളെയും കാൾ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും. മറ്റുള്ളവർ എന്നെ അല്പം പോലും മനസ്സിലാക്കുകയില്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതിനാൽ എൻ്റെ ബലിയർപ്പണം അങ്ങേ ദൃഷ്ടിയിൽ പരിശുദ്ധമായിരിക്കും. കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രത്യേക വ്യക്തി അവളുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അവൾക്ക് ചില പ്രത്യേക അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇക്കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതല്ലെന്ന് എനിക്ക് തോന്നി. ഈ നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ലെന്നും നിനക്ക് വേണ്ടി പൊതുവായി ഞാൻ പ്രാർത്ഥിക്കാമെന്നും മറുപടി പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ സ്ത്രീ എൻ്റെ അടുക്കൽ വന്ന് ആ നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിന് നന്ദി പറഞ്ഞു. കാരണം 4-ാം പ്രമാണത്തിൻ്റെ പുണ്യത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിക്കെതിരായി പ്രതികാരാരൂപിയിലാണ് അവൾ നയിക്കപ്പെട്ടിരുന്നത്. ഈശോനാഥൻ അവളുടെ ആന്തരിക സ്ഥിതിയിൽ മാറ്റം വരുത്തി. അവളുടെ തെറ്റ് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവളുടെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയതിൽ അവൾ ആശ്ചര്യഭരിതയായി. എൻ്റെ നാമഹേതുക തിരുനാളിന് ഫെബ്രുവരി 15 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫാദർ സൊപ്പോച്കോ അയച്ച എഴുത്ത് ഇന്ന് എനിക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ ആശംസകൾ എനിക്ക് സന്തോഷം പകർന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം എന്നെ വേദനിപ്പിച്ചു. ആന്തരിക പ്രകാശത്തിൽ ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിലും വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ അങ്ങനെ എഴുതിയിരിക്കുന്നതിനാൽ അദ്ദേഹം എഴുതാത്ത കാര്യങ്ങളും തീർച്ചയായും സത്യമായിരിക്കും. എൻ്റെ ആന്തരിക ജ്ഞാനം ഒരിക്കലും എന്നെ കബളിപ്പിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ എനിക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈശോ പറയുന്നതായി എൻ്റെ ആത്മാവിൽ ശ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനു മുൻപും പല പ്രാവശ്യം അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ എനിക്ക് സമയം ലഭിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുവാൻ ഒരു ഉത്സാഹവും എനിക്ക് തോന്നിയില്ല. എന്നാൽ ഞാനിത് ചെയ്തില്ലെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? എനിക്ക് അതിശയം തോന്നി. എന്നാൽ ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാനിത് ചെയ്യുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ പ്രതിനിധികളുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ തന്നെ അഭിഷ്ടമാണെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഫെബ്രുവരി 16, 1937. ഇന്ന് തെറ്റുപറ്റി. അറിയാതെ അടുത്ത മുറിയിൽ ഞാൻ പ്രവേശിച്ചു. അപ്പോൾ അല്പസമയം ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ചു. എൻ്റെ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ ഏതാനും നിമിഷങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഈശോ എൻ്റെ അരികിൽ വന്ന് നിന്ന് പറഞ്ഞു, എൻ്റെ മകളെ, നീ ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഒന്നും ചിന്തിക്കാതെ ഞാൻ അവിടുത്തെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു. എന്തെന്നാൽ ഞാൻ അധികമായി സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ചു പോയി എന്നെനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ഭക്താഭ്യാസങ്ങൾ കഴിഞ്ഞ് തുന്നൽ പണി ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ അഗാധമായ ഒരു ശാന്തത അനുഭവപ്പെട്ടു. ഈശോ അവിടെ വിശ്രമിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ആ മാധുര്യം നിറഞ്ഞ അഗാധമായ ദൈവ സാന്നിധ്യാനുഭവത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന എത്രയും പരമപരിശുദ്ധ ത്രിത്വമേ, ഈ തുന്നൽ പണിയിൽ ഞാൻ ഇന്നിടുന്ന ഓരോ തുന്നലിനും അത്രയും എണ്ണം ആത്മാക്കൾക്ക് മാനസാന്തരത്തിനുള്ള കൃപ നൽകണമേ എന്ന് യാചിക്കുന്നു. അപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു, എൻ്റെ മകളെ, നീ ആവശ്യപ്പെടുന്നത് വളരെ കൂടുതലാണ്. ഈശോയെ, ആത്മാക്കൾക്ക് കുറച്ച് നൽകുന്നതിനേക്കാൾ കൂടുതൽ കൃപ നൽകുന്നതാണ് എളുപ്പമെന്ന് അങ്ങേക്കറിയാമല്ലോ. അത് അങ്ങനെയാണ്. ഓരോ ആത്മാവിനും കൂടുതൽ നൽകുന്നതിനാണ് കുറച്ച് നൽകുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം. എന്നാൽ പാപത്തിനടിമയായ ഓരോ ആത്മാവിൻ്റെയും മാനസാന്തരത്തിന് പരിഹാരം ആവശ്യമാണ്. ശരി ഈശോയെ, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രവൃത്തി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒരു വലിയ ഗണം ആത്മാക്കൾക്കായി എൻ്റെ ഈ സമർപ്പണം തീരെ ചെറുതായി എനിക്ക് തോന്നുന്നില്ല. ഈശോയെ, 30 വർഷം ഇതുപോലുള്ള പ്രവൃത്തികളിലൂടെയാണ് അങ്ങ് ആത്മാക്കളെ രക്ഷിച്ചതെന്ന് അങ്ങേക്കറിയാമല്ലോ. വലിയ പ്രായശ്ചിത്തങ്ങളും പരിഹാര പ്രവൃത്തികളും അനുഷ്ഠിക്കാൻ വിശുദ്ധ അനുസരണം എന്നെ അനുവദിക്കുന്നില്ല. അതിനാൽ നാഥാ, ഞാൻ അങ്ങയോട് യാചിക്കുന്നു, അനുസരണത്തിൻ്റെ മുദ്ര പതിച്ച ഈ നിസ്സാര പ്രവൃത്തികളെ വലിയവയായി അങ്ങ് സ്വീകരിക്കണമേ. അപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു, എൻ്റെ പ്രിയ മകളെ, നിന്റെ അപേക്ഷകൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയെ ഞാൻ ഇടയ്ക്കിടെ ദർശിച്ചിരുന്നു. ദൈവത്തിന് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്.
അദ്ദേഹം ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവ അദ്ദേഹത്തിന് ദൈവത്തോടുള്ള അത്യഗാധമായ സ്നേഹം മൂലവുമാണത്. അദ്ദേഹത്തോടുള്ള ഈ വലിയ സ്നേഹം സ്വന്തം ഹൃദയത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കാത്ത വിധം മിക്കവാറും അദ്ദേഹം ഗെത്സമനി അനുഭവത്തിലായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ വ്യക്തി ദൈവത്തിന് വളരെ സംപ്രീതനാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ക്ഷമ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യും. സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ സന്തോഷാധിക്യത്താലും ആനന്ദത്താലും അത് മരണമടയും. സഹനത്തിൻ്റെ വില ഒരു ദിവസം നമ്മൾ അറിയും. പക്ഷേ അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ സ്വന്തമാണ്. ഫെബ്രുവരി 17, 1937. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പീഡിതനായ ഈശോയെ ഞാൻ കണ്ടു. അദൃശ്യമായ രീതിയിൽ അവിടുത്തെ സഹനം എൻ്റെ ശരീരത്തിൽ മുദ്രിതമായി. എന്നാൽ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈശോ എന്നെ നോക്കി പറഞ്ഞു, ഞാൻ കൈപ്പേറിയ പീഡകൾ സഹിക്കുന്നുവെങ്കിലും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. എൻ്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. എൻ്റെ കരുണയുടെ വക്താവായ നീ എഴുതുക. എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്തെന്നാൽ എൻ്റെ നീതിയുടെ ഭയാനകമായ ആ ദിനം ആസന്നമായിരിക്കുന്നു. ഇന്ന് എൻ്റെ ആത്മാവിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എൻ്റെ മകളെ, നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. വളരെ വലിയ സഹനങ്ങളും പീഡനങ്ങളുമാണ് നിനക്കായി കാത്തിരിക്കുന്നത്. എങ്കിലും ഈ പ്രവൃത്തി വഴി വളരെയധികം ആത്മാക്കൾ രക്ഷപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ചിന്തയിൽ നീ ആശ്വാസം കണ്ടെത്തണം. കർത്താവ് എന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് അടിവരയിടുന്ന ജോലിയിൽ വ്യാപൃതയായി. ഓരോ വചനത്തിലൂടെയും ഞാൻ കടന്നു പോവുകയായിരുന്നു. ഫാദർ ആൻഡ്രാഷിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയിരിക്കുന്ന പേജിലെത്തിയപ്പോൾ അടിവരയിടണോ വേണ്ടയോ എന്ന് ഞാൻ ശങ്കിച്ചു. അപ്പോൾ ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു: അടിവരയിടുക. കാരണം ആ വാക്കുകൾ എൻ്റേത് തന്നെയാണ്. നിന്നോട് സംസാരിക്കുവാനും നിനക്ക് വീണ്ടും ഉറപ്പു നൽകുവാനുമായി എൻ്റെ ആത്മസ്നേഹിതൻ്റെ അധരങ്ങൾ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. നിന്റെ മരണം വരെ ഈ നിർദ്ദേശങ്ങൾ നീ പാലിക്കണം. ഇവ അനുസരിക്കാതിരുന്നാൽ നീ എന്നിൽ അപ്രീതി ജനിപ്പിക്കും. എനിക്കും നിന്റെ ആത്മാവിനും മധ്യത്തിൽ അദ്ദേഹത്തെ നിയമിച്ചത് ഞാനാണ് എന്ന് നീ അറിയുക. നിന്നെ സമാധാനത്തിൽ പാലിക്കാനും തെറ്റായ വഴിയിലൂടെ നീ ചരിക്കാതിരിക്കുവാനുമാണ് ഞാനിത് ചെയ്തത്. ഈ വൈദികൻ്റെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് നിന്നെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് നിന്നോടുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന വിശദമായ കാര്യങ്ങൾ നിന്റെ അധികാരികളോട് പറയുവാൻ നിനക്ക് കടമയില്ല. മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിന്റെ അധികാരികളെ നീ അനുസരിക്കണം. എന്നാൽ നിന്റെ ആത്മാവിൻ്റെ അഗാധ തലങ്ങളിലുള്ള എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വൈദികരോട് മാത്രമേ തുറന്ന് സംസാരിക്കാവൂ. ദൈവം ഒരു ആത്മീയ പിതാവിനെ എനിക്ക് നൽകിയപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും സുപ്പീരിയേഴ്സിനോട് തുറന്ന് പറയുവാൻ ആവശ്യപ്പെടാറില്ലായിരുന്നു. എന്നാൽ ബാഹ്യമായ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ആത്മീയ പിതാവ് മാത്രം അറിഞ്ഞിരുന്നു. ആത്മീയ പിതാവുണ്ടായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ വളരെ ഉന്നതമായ കൃപയാണ്. എന്നാൽ വളരെ കുറച്ച് പേർ മാത്രമേ ഈ കൃപ സ്വീകരിച്ചിട്ടുള്ളൂ. വളരെ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾക്കിടയിലും ആത്മാവിന് ആഴമായ സമാധാനം അനുഭവിക്കുവാൻ കഴിയും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ വലിയ കൃപയ്ക്കായി ഞാൻ ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് അദ്ദേഹത്തിന് ആത്മീയ പ്രകാശം നൽകുവാനായി പ്രാർത്ഥിച്ചിരുന്നു. ആത്മീയ പിതാവിൻ്റെ വാക്കുകളുടെ ശക്തി എൻ്റെ ആത്മാവിൽ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഈ വലിയ കൃപ നൽകിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാനിറ്റോറിയം ചാപ്പലിൽ ധ്യാനിക്കുവാനായി ഞാൻ പോയി. ഞാൻ ബലിപീഠത്തെ സമീപിച്ചപ്പോഴേ ദൈവീക സാന്നിധ്യം എന്നെ വലയം ചെയ്തു. അവിടുത്തെ ദൈവീക സാഗരത്തിൽ ഞാൻ ആഴ്ന്നുപോയി.
ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എല്ലാം നിൻ്റേതാണ്. ഞാൻ മറുപടി പറഞ്ഞു, അങ്ങയെ അല്ലാതെ എൻ്റെ ഹൃദയം മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഓ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമേ, ഓ ദൈവമേ, അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ തിരുഹൃദയം മാത്രമേ കാംക്ഷിക്കുന്നുള്ളൂ. സ്വർഗീയ സൗഭാഗ്യം അനന്തമായിരിക്കാം, എന്നാൽ അങ്ങയെ കൂടാതെ ഇവയെല്ലാം എനിക്കൊന്നുമല്ല. ഓ ഈശോയെ, അങ്ങേയ്ക്കായുള്ള ദാഹത്താൽ ഞാൻ തുല്യമാകുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. എൻ്റെ മകളെ, നീ ഇതറിയുക. മറ്റാത്മാക്കൾ നിത്യതയിൽ മാത്രം അനുഭവിക്കുന്നത് നീ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു.